ഞാൻ എപ്പോഴും പറയില്ലേ, സിനിമയിൽ ഒരു മിറക്കിൾ സംഭവിക്കും. എപ്പോഴും നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റിലീസായി പ്രേക്ഷകർ ഇത് കാണുന്നതിന് മുന്നേ സിനിമയ്ക്കകത്തൊരു അത്ഭുതം നടക്കും. ആ അത്ഭുതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും. ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഞാൻ സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആയിക്കൊണ്ടിരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതിരുന്ന സമയത്തോ ഒക്കെ ഏറ്റവും കൂടുതൽ എന്നെ ബാക്കപ്പ് ചെയ്തതും ധൈര്യം തന്നതും എൻ്റെ ചുറ്റുമുള്ള ആളുകളാണ്. എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രേക്ഷകരാണ്. ഞാൻ എല്ലാ ദിവസവും കാണുന്ന ആളുകളാണ്. കരയുന്ന സമയങ്ങളിൽ ആസി ഭയങ്കര ലൗഡായി പോകുന്നുണ്ട്. ഭയങ്കര ലൗഡാവുന്ന ഈ പറയുന്ന മുഖം തന്നെ ആസിയുടെ കയ്യിൽ നിന്നൊക്കെ പോകുന്ന അതിനെ ആസി ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്ത് കൺട്രോൾഡ് ആക്കുന്ന ഒരു പോയിന്റ്. കരയുമ്പോ ഇങ്ങനെ മുഖം വലിഞ്ഞു മുറുകി ഇത്രയും വേണ്ട ആ പെയിൻ മുഖത്ത് വരുന്നതിനേക്കാൾ ഉള്ളിൽ വരുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ അതിനൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുക. ജിത്തു സാറിന്റെ നോർമലി നമുക്കറിയാം സ്ക്രിപ്റ്റിന്റെ ഒരു നറേറ്റീവ് ആണ് അദ്ദേഹം എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടെ മേക്കിങ്ങിലും കൂടെ അദ്ദേഹം പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നോളജി, ഈവൻ സ്ക്രിപ്റ്റിലാണെങ്കിൽ പോലും ഒരു ന്യൂജൻ ടെക്നോളജിയെ പറ്റിയൊക്കെ സംസാരിച്ചു വരുന്ന രീതിയിലുള്ള പല സമയത്തും ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് ചില ആളുകൾ പറയാറുമുണ്ട് അതിലിട്ടത് എന്ന് പറയണ്ട. അപ്പൊ ഇത് എങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും ഡിഫറെന്റ് ആക്കാം എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ പരിപാടിയിൽ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. മലയാളത്തിലെ ഏറ്റവും വലിയ ചേച്ചി പോണോ? സോറി. കണ്ടതിൽ സന്തോഷം. ഇപ്പൊ ഒരു 16 വർഷത്തെ കരിയർ. ഈ 16 വർഷത്തെ കരിയറിലും ഈ ആസിഫിന് എപ്പോഴും ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഇട്ട് ആളുകൾക്ക് അതിന് കണക്ട് ആണ്. ആസിഫെ പറ്റി പറയുമ്പോഴൊക്കെ വരുന്ന ക്യാരക്ടേഴ്സിലാണെങ്കിലും നമുക്കറിയാവുന്ന ഏതൊരു പയ്യൻ നമുക്കറിയാം, ഭയങ്കരമായിട്ട് നമുക്ക് അറിയുന്ന ഒരാളാണ്. ഈ ലോങ് ജേർണിയിൽ ഈ ഓഡിയൻസിനാണെങ്കിൽ പ്രേക്ഷകരെ കാണുന്ന രീതിയിലും മാറ്റങ്ങൾ കണ്ടിട്ടില്ല. അവരുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്ന് അവരോട് സംസാരിച്ച് മിണ്ടി വർത്താനം പറഞ്ഞ് ഇതെല്ലാം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എവിടെ ഒരു ഈ പറയുന്ന സോക്കോൾഡ് താരജാട പദവി പരിപാടികളിലൂടെ ലോക്ക് ആവുന്നില്ല. എന്താ ശരിക്കും ഈ ലോങ് ജേർണിയിൽ പ്രേക്ഷകരുടെ സ്ഥാനം കാണുന്നത്? അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് ആ ഒരു ഡിഫറൻസ്, ഇപ്പൊ ഞാനൊരു ആക്ടറാണെന്നോ ഒരു ഫാൻ ബേസ് ഉണ്ടെന്നോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാനിപ്പോഴും ആ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചു വന്ന അല്ലെങ്കിൽ സിനിമ ചെയ്തു തുടങ്ങിയ സമയത്തുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു പേടിയും ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം ഡെഫിനറ്റ്ലി എപ്പോഴും ഞാൻ സിനിമയെ കാണുന്നത് ഒരു പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ചൂസ് ചെയ്യുന്ന സിനിമകൾ എപ്പോഴും എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന സിനിമകളാണോ എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂല് കാണുന്നതുകൊണ്ട് പ്രേക്ഷകർക്ക് എൻ്റെ കരിയറിലുള്ള സ്ഥാനം അത്രയും വലുതാണ്. എൻ്റെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എന്നോട് കാണിക്കുന്ന സ്നേഹം എപ്പോഴും ഭയങ്കര ധൈര്യം തരുന്നതാണ്. ഇപ്പൊ ഞാൻ സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആയിക്കൊണ്ടിരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതിരുന്ന സമയത്തോ ഒക്കെ ഏറ്റവും കൂടുതൽ എന്നെ ബാക്കപ്പ് ചെയ്തതും ധൈര്യം തന്നതും എൻ്റെ ചുറ്റുമുള്ള ആളുകളാണ്. എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രേക്ഷകരാണ്. ഞാൻ എല്ലാ ദിവസവും കാണുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് എന്നോട് വന്ന് സംസാരിക്കാനോ അവർക്ക് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാനോ ഉള്ള സ്പേസ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് കൊടുത്തില്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവും. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആളുകൾ പറയുന്നത് മാത്രമായിരിക്കും എന്റെ ലോകം. എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് റിയാലിറ്റി എന്താണെന്ന് എപ്പോഴും അറിയണം. പിന്നെ ഷൂട്ടിംഗ് ക്യാമറ ഇല്ലാത്തൊരു സമയത്ത് എപ്പോഴും ആളുകളായിട്ട് ഇടപഴകാനും ആളുകളുടെ കൂടെ നിൽക്കാനും ഞാൻ ചെറുപ്പം മുതലേ ശീലിച്ചതും വളർന്നതും അങ്ങനെയാണ്. എപ്പോഴും സുഹൃത്തുക്കളുണ്ട്. എൻ്റെ വീടിന് ചുറ്റുമുള്ള ആളുകളാണെങ്കിലും അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് എപ്പോഴും. അതെ. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഒരു പ്രശ്നമായിട്ട് ഒരിക്കലും തോന്നിയിട്ടുമില്ല. അതെന്റെ കൂടെ എപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു കാര്യം. ഈ പറയുമ്പോഴേ ആസിയുടെ പ്രായം കൂടുന്നുണ്ടല്ലോ. ഇപ്പൊ വന്ന സമയത്ത് നമ്മൾ മെച്യൂർഡ് ആവുന്നുണ്ട്, നമ്മൾ കാര്യങ്ങൾ കാണുന്ന രീതികൾ മാറുന്നുണ്ട്. ഈവൻ സ്ക്രിപ്റ്റ് സെലക്ഷൻ മുതൽ ഒരാൾ സംസാരിക്കുന്നത്, മിണ്ടുന്നത്, എല്ലാ രീതികളിലും മാറ്റം വരുന്നുണ്ട്. ഇതെല്ലാം ശരിക്ക് ഈ മുന്നോട്ടുള്ള ജേണിക്ക് 100% വളം തന്നെയാണ്. ഇതിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നതും അപ്ഗ്രേഡഡ് ആവുന്നതും. ഈ സമയം കൊണ്ടൊന്നും ഒരിക്കൽ പോലും
എന്താ പറയാ ഒരു ഫാൻഡം, ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആണ്, ഞാൻ ചെയ്യുന്ന സിനിമകൾക്ക് അത്രമേൽ സ്വഭാവം വേണം, ഈ താരപദവി എൻജോയ് ചെയ്യണം, അങ്ങനെ തോട്ട്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതെന്റെ പേഴ്സണൽ ക്യൂരിയോസിറ്റി. അല്ല, എന്റെ ഞാൻ സിനിമയോട് അറ്റാച്ച്ഡ് ആയത്, അല്ലെങ്കിൽ സിനിമയെ ആദ്യം ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഒരു കാര്യമായിരുന്നു. കാര്യം ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു തുടങ്ങിയ കാലത്ത് സ്ക്രീനിൽ കാണുന്നവരോട് തോന്നിയ ഒരു ആരാധനയാണ് ശരിക്കും എന്നെ സിനിമയിലേക്ക് അടുപ്പിച്ചത്. സ്ക്രീനിലെ സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത്. അതെ, കാര്യം നമുക്കുണ്ടാകുന്ന എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് സംസാരിച്ച ഒരു ആക്ടർ എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബനാണ്. എന്റെ ഒരു കസിന്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു എറണാകുളത്തുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ചാക്കോച്ചന്റെ കല്യാണം കഴിഞ്ഞ സമയമാണ്. അപ്പൊ ചാക്കോച്ചൻ ഇങ്ങനെ അതില് പ്രീച്ചേച്ചിയായിട്ട് നടന്നു പോകുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പൊ ഞാൻ സംസാരിക്കാൻ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ഒരു കൂട്ടം ആളുകൾ ചാക്കോച്ചനെ വളഞ്ഞു നിൽക്കുവാണ്. കാര്യം അന്നത്തെ സമയത്ത് എനിക്ക് തോന്നുന്നത് മമ്മൂക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്ന, അതായത് ചാക്കോച്ചന്റെ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് മുതൽ ചാക്കോച്ചന്റെ ടീഷർട്സ് മുതൽ ഈവൻ ചാക്കോച്ചൻ ഉപയോഗിച്ച ബൈക്കുകൾക്ക് വരെ ക്രേസ് ഉണ്ടായിരുന്നു. സ്പ്ലെൻഡർ. അപ്പം അത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ശരിക്കും എന്നെ ആദ്യം സിനിമയിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ സിനിമ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതൊന്നും അല്ലാത്ത വേറൊരു വലിയ ഫാക്ടർ സിനിമയിലുണ്ടെന്നും അഭിനയത്തിന്റെ കാര്യത്തിലുണ്ടെന്നും ഒക്കെ തിരിച്ചറിഞ്ഞത്. അപ്പൊ അത് ശരിക്കും അതിൽ നിന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു മടി എനിക്ക് ശരിക്കും ഈ റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തുകൊണ്ടോ എനിക്കൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭയങ്കര നമ്മൾ പറയുന്ന ഒരു സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്കൊരു മടിയുണ്ട്. ഈ റാൽഫ് ചോദിച്ച പോലെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ കൂടുതൽ ഈസി. പക്ഷെ ഡെഫിനറ്റ്ലി എനിക്ക് അത്തരം സിനിമകൾ ചെയ്യണം എന്നുണ്ട്. ഇപ്പൊ ഞാനും മൃദുലും ബിടെക് ചെയ്യുന്ന സമയത്ത് പല സമയത്തും ബിൽഡപ്പ് ഷോട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. തിയേറ്ററിൽ വർക്ക്. അപ്പൊ എനിക്ക് കാര്യം ഞാൻ ഇപ്പുറം ഇരുന്ന് സിനിമകൾ കണ്ടതുകൊണ്ട് എനിക്ക് എത്രത്തോളം ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അത് അഗെയിൻ ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ വിചാരിക്കുന്ന അത്രയും ഈസി അല്ല. നമ്മൾ പല സമയത്തും ഇപ്പോ ചില തമിഴ് സിനിമയെ പറ്റിയിട്ടൊക്കെ നമ്മൾ കളിയാക്കി സംസാരിക്കും. ഇവര് കാണിക്കുന്നു ഇടിക്കുമ്പോ 3 പേര് തെറിച്ചു പോകുന്നു പറഞ്ഞു. അപ്പൊ അത് ബിലീവബിൾ ആക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്തരത്തിലുള്ള ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളത്. അപ്പം ഉറപ്പായിട്ടും എനിക്ക് അതും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഈ മിറാഷ് വരുന്ന സമയത്ത് ജീത്തു ആയിട്ടുള്ള 3ാമത്തെ കൊളാബറേഷൻ ആണ്. 2ാമത്തെ ലെവൽ ക്രോസ് പ്രസൻസ്. ഡയറക്ടർ 2ാമത്തെ കൊളാബറേഷൻ. അപ്പോ ഈ പറഞ്ഞ കൂമൻ ഉണ്ട്. കൂമൻ ആസിയുടെ കരിയറിൽ തന്നെ ഒരു ഐക്കോണിക് ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് കാലയളവിൽ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ആദ്യം വരുന്ന പേര് കൂമൻ കൂടിയാണ്. അവിടെ നിന്ന് ഇപ്പോൾ മിറാശി വരുന്നു. ഓക്കെ, കൂമനായിട്ട് ബന്ധങ്ങളൊന്നുമില്ല, കുറച്ചും കൂടെ അർബൻ ലൈഫ് സ്റ്റൈലിലുള്ള ആസിയാണ് നമ്മളിതിൽ ഔട്ട്ലുക്കിലെല്ലാം കാണുന്നത്. സിനിമയുടെ ഈ മോഷൻ പോസ്റ്റ് വരുമ്പോഴാണെങ്കിലും ഇതിന്റെ സ്കോറിലെല്ലാം ഇതിന്റെ യൂണിവേഴ്സാലിറ്റി കാര്യങ്ങളിൽ ടൈറ്റിലടക്കം ഇതിന് യൂണിവേഴ്സൽ സ്വഭാവമുണ്ട്. എന്താണ് മിറാഷ്? ആസിക്ക് എന്താണ് എക്സൈറ്റ്മെന്റ്? എനിക്ക് ഇതിൽ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ജീത്തു സാറിന്റെ ഈ ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ആർട്ടിസ്റ്റിനെ പിക്ക് ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം കൂമൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്നെ അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അതായത് ദൃശ്യം പോലുള്ള അല്ലെ മെമ്മറീസ് പോലുള്ള സിനിമകൾ ചെയ്ത ഒരു സംവിധായകന് മലയാളത്തിലെ ഏറ്റവും വലിയ ചേച്ചി പോണോ സോറി കണ്ടതിൽ സന്തോഷം. ചേച്ചി അവിടെ പോസ്റ്റ് ആയിട്ടിരിക്കണ കണ്ടായിരുന്നില്ലേ? അല്ല, അവിടെ ആ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് ആരും ഇരിക്കണ്ടായിരുന്നില്ല. ശരി ചേച്ചി, കാണാം. കൂമന് വേണ്ടിയിട്ട് അദ്ദേഹം ജിതു ജോസഫ് എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ആസിഫ് എനിക്കൊരു സ്ക്രിപ്റ്റ് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ വെച്ചിട്ട് അദ്ദേഹത്തിന് മലയാളത്തിലെയോ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏത് ആക്ടേഴ്സിനെ അദ്ദേഹത്തിന് ഈസി ആയിട്ട് പിക്ക് ചെയ്തൊരു സിനിമ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്നെ വിളിച്ചപ്പോഴും ഞാൻ ഓർത്തത് ഒരു സിനിമയിലെ ഒരു ക്യാരക്ടർ, ഒരു സൈഡ് റോൾ എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തെങ്കിലും വേഷമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ഓർത്തത്. പക്ഷെ ഈ സ്ക്രിപ്റ്റ് ഞാൻ ഫസ്റ്റ് ചെന്നിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് ഒരു ഐഡിയ പോലും അല്ല, ഫുൾ സ്ക്രിപ്റ്റ് ആണ് വായിച്ച് കേൾപ്പിച്ചത്. അപ്പൊ വായിച്ച് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആദ്യം ഗിരി എന്ന് പറഞ്ഞു. അപ്പൊ ഗിരിയുടെ സീൻസ് ഇങ്ങനെ കൂടി വന്നിട്ട് ഞാൻ മനസ്സിലാക്കി ആ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ ഞാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് ചേട്ടനെ, അപ്പൊ ഞാൻ അത്രയും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം പോലും അല്ല.
അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ജിത്തു ജോസഫ് എന്റെ അടുത്ത് പറഞ്ഞത് ഈ ക്യാരക്ടറിന് ആസിഫാണ് ആപ്റ്റ്. അദ്ദേഹം ആ സിനിമ ആ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിനുള്ള കോൺഫിഡൻസിലാണ് ആ ഒരു അപ്പിയറൻസിലുള്ള ഒരാളെ വേണം എന്നുള്ള രീതിയിലാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. എഗെയിൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സിനിമകൾ ചെയ്തപ്പോൾ നേര് കഴിഞ്ഞ് വീണ്ടും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പറയുമ്പോൾ എനിക്ക് വീണ്ടും ഒരു കോൺഫിഡൻസ് കിട്ടി. കാര്യം അത് ഒരിക്കലും എന്റെ സ്റ്റാർഡം ഉപയോഗിക്കാന്നോ എന്റെ ബിസിനസ് ഒന്നും അല്ല, ആ പെർട്ടിക്കുലർ ക്യാരക്ടറിന് ഞാൻ ആപ്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. ജിത്യോസിന്റെ കോളില് ബേസിക് കോൺഫിഡൻസ് അവിടെ ബിൽഡ് ആവുന്നു. അതെ, കാര്യം അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണെന്നുള്ളതുകൊണ്ട്. പിന്നെ ഇത്രയും അദ്ദേഹം ചെയ്ത സിനിമകളിൽ നിന്ന് വേറൊരു കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ ഒരു പുതിയ ലാംഗ്വേജ് ഉള്ള ഒരു സിനിമയാണ്. ട്രീറ്റ്മെന്റ് വൈസും മേക്കിംഗ് വൈസും ഒക്കെ ജിത്തു സാറിന്റെ നോർമലി നമുക്കറിയാം സ്ക്രിപ്റ്റിന്റെ ഒരു നറേറ്റീവ് ആണ് അദ്ദേഹം എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടെ മേക്കിങ്ങിലും കൂടെ അദ്ദേഹം പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നോളജി, ഈവൻ സ്ക്രിപ്റ്റിലാണെങ്കിൽ പോലും ഒരു ന്യൂജൻ ടെക്നോളജിയെ പറ്റിയൊക്കെ സംസാരിച്ചു വരുന്ന രീതിയിലുള്ള. ബട്ട് അഗെയിൻ ഒരു ജിത്തു ജോസഫ് സിനിമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഉള്ള എല്ലാ എക്സൈറ്റ്മെന്റ്സും തരുന്ന ഒരു സ്ക്രിപ്റ്റുമാണ്. പിന്നെ അപർണയുടെ കൂടെ വീണ്ടും നിങ്ങളുടെ അസോസിയേഷനും അതെ. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് കേട്ടു. നെക്സ്റ്റ് ഡേ, ലൈക് വെരി നെക്സ്റ്റ് ഡേ ആണ് അപർണ കേൾക്കുന്നത്. അപർണ കേട്ടപ്പോ തന്നെ എന്നെ വിളിച്ചു. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഒരു 6-7 മാസത്തോളം ഇതിന്റെ പല വേർഷൻസും ജിത്തു സാർ വർക്ക് ചെയ്തു. അദ്ദേഹം ഇത് ആദ്യം ഒരു ഹിന്ദിയിൽ ചെയ്യാനോ മറ്റോ പ്ലാൻ ചെയ്തിരുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് വന്നു, ഇത് സംഭവിച്ചു. അപ്പൊ ജിത്തു സാറിന്റെ കൂടെ ചെയ്യുമ്പോൾ ഞങ്ങള് പറയും ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന അതായത് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് കിട്ടുന്ന എല്ലാ എക്സൈറ്റ്മെന്റും കിട്ടുന്ന ഒരു പ്രൊഡക്ഷൻ ആണ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഷൂട്ടാണ്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 63 days ആയി ഷൂട്ടിങ്. കാലിക്കറ്റിൽ തുടങ്ങി, കോയമ്പത്തൂർ പോയി, പൊള്ളാച്ചി പോയി, കാരക്കുടി പോയി, തിരിച്ചു കൊച്ചിയിൽ വന്നു, ഇപ്പൊ മലയാറ്റൂര് ഫൈറ്റ് ഷൂട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് മിറാഷൻ ലൊക്കേഷനിലാണ്. അതും ആസിയുടെ സ്റ്റണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഋതു മുതൽ ഇങ്ങോട്ടേക്കുള്ള കരിയറിൽ പല സിനിമകളിൽ പല തരത്തില് ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ട്രെയിനിങ് ഓൺ ദ ഗോ പ്രോസസ് നടക്കുന്നുണ്ട്. നമ്മളിതിൽ കംഫർട്ട് ആവുന്ന ശരിക്കും എവിടെയാ? എനിക്ക് എന്താന്ന് പറയാ, എനിക്ക് അതായത് ഒരു ക്യാരക്ടർ ഇപ്പം എനിക്കറിയില്ല, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ നമ്മുടെ പല സമയത്ത് നമ്മൾ കാണുമ്പോൾ ക്യാരക്ടേഴ്സ് ഭയങ്കര ഒറിജിനൽ ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ റിലേറ്റബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഫൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊരു സിനിമാറ്റിക് സ്വഭാവം വരും. അതുവരെ നിന്ന ആള് പറന്നടിക്കുന്നു. അപ്പം അത് ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഇപ്പം അതിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും കൊണ്ടുവരാതെ ഒരു ഒറിജിനൽ, ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയായിരിക്കും ഫൈറ്റ് ചെയ്യുക, അതിലേക്ക് മാക്സിമം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അഗെയിൻ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ കുറച്ച് ഹൈ കിട്ടുന്ന കാര്യങ്ങൾ വേണം. അപ്പം അങ്ങനെ ഒരു വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഫൈറ്റ് ആണ്. അപ്പൊ ഞങ്ങള് എന്റെ ഇഞ്ചുറി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇത് പ്രൊഡക്ഷന്റെ ഒരു പ്ലാൻ ആണോന്ന് അറിയില്ല. ബാക്കിയെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈറ്റ് കൊണ്ട് വെച്ചേക്കുന്നത്. ഇനി എന്തെങ്കിലും പറ്റിയാലും സിനിമയ്ക്കൊന്നും പറ്റരുത്. അപ്പൊ ഞാനും അതിൽ കംഫർട്ടബിൾ ആണ്. മഹേഷ് മാത്യു എന്ന് പറഞ്ഞിട്ടൊരു മാസ്റ്ററാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഭയങ്കര രസമുണ്ട്. കാര്യം ഇത് ഈ മലയാറ്റൂർ ഇപ്പൊ ഈ കാടിനകത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ആംബിയൻസും ഞാൻ പറഞ്ഞില്ലേ, ജിത്തു സാർ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ക്യാമറ ഗിമ്മിക്കോ ടെക്നോളജി ഗിമ്മിക്കോ ഒന്നും കാണിക്കാത്ത ഒരാളാണ്. പക്ഷെ ഈ ഫൈറ്റിലും ഇതിന്റെ മൊത്തം ഫിൽം മേക്കിങ്ങിൽ സതീഷ് കുറുപ്പാണ് എന്റെ DOP. അപ്പൊ സതീഷ് ചേട്ടനും കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് കൂമൻ ഉപയോഗിച്ചിരുന്ന ഒരു റോപ്പ് ക്യാം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ കാട്ടിലൂടെ ഈ മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടിച്ച്, അപ്പൊ അതിന്റെ ഒരു വിഷ്വൽ ഭംഗിയും ഒക്കെ നല്ല രസമായിട്ട് മാക്സിമം ഒരു പുതിയ എക്സ്പീരിയൻസ്, ഇതുവരെ കാണാത്തൊരു ജിത്തു ജോസഫ് ഒരു ഫ്ലേവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൽ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അപർണയുണ്ട് ഇവിടെ എവിടെയൊക്കെ ചതഞ്ഞരഞ്ഞ് കിടക്കണം. ഈ ഇതിൽ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പല ആളുകള് ആസിയുടെ ഇപ്പോൾ ഈ ഒരു പുതിയ ഹിറ്റ് സ്ട്രീക്ക് കരിയർ ഗ്രാഫിനെ പറ്റി സംസാരിക്കാൻ കേട്ടിട്ടുണ്ട്. ഡയറക്ടേഴ്സ്, കോ ആർട്ടിസ്റ്റുകളെല്ലാം. ആസി സംസാരിച്ച് കണ്ടിട്ടില്ല ഞാൻ. അതായത് ആസി ഇതിന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ എന്താ പറയാ, ഒരു പോയിന്റിൽ അവിടെ ഒരു ഫോളോ വരുന്നുണ്ട്. അവിടെ നിന്നൊരു പേ ബാക്ക് പോലെ, പേ ഓഫ് പോലെ തിരിച്ചു പിടിച്ച് ബെറ്റർ 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 എന്ന് പറഞ്ഞ് നമുക്ക് പറയുന്ന പോലെ തേച്ച് തേച്ച് മിനിക്കുന്ന ഒരു ഫോർമുല ഉണ്ടല്ലോ. നമ്മളെ ആദ്യം മനസ്സിലാക്കുക, അവിടെ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിന്റെ റിസൾട്ടും ഒബ്വിയസ്ലി കാണുന്നുണ്ട്. പ്രേക്ഷകർ തിയേറ്ററിൽ വരുന്നത്, സിനിമ വർക്ക്ഔട്ട് ആവുന്നത്. ആസ് ശരിക്കും വാലുവേറ്റ് ചെയ്യുന്നത് റാൽഫ്, എനിക്ക് ഇതില് ഞാൻ എക്സൈറ്റ്മെന്റ് കാണിക്കാത്ത എന്താന്ന് പറഞ്ഞാല്, എനിക്ക്
ഞാൻ ഇതുവരെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫെയിലിയറിൽ നിന്ന് മാറണം, അതുകൊണ്ട് എനിക്ക് ഞാൻ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സ് എന്താണോ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എക്സൈറ്റ്മെന്റ് കുറച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ആദ്യം പറയുന്ന ഒരു ഫസ്റ്റ് നറേഷൻ കഴിഞ്ഞ് ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ച് സ്ക്രിപ്റ്റിൽ കോൺഫിഡൻസ് വന്നതിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യാമെന്ന് ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സ്ക്രിപ്റ്റിൽ തന്നെ നമ്മൾ ഇരിക്കുന്ന ഒരു ടീമായിട്ട് ഈ സിനിമയിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഫിൽം മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് വരെയുള്ള പ്രോസസ്സിൽ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളുടെ കുറച്ചും കൂടെയൊക്കെ സമയം കണ്ടെത്തി കുറെ കൂടെയൊക്കെ ഇൻവോൾവ്മെന്റ് കൂട്ടി ഇത്രയും ഞാൻ പറഞ്ഞില്ല, ഇത്രയും നാളത്തെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കുറെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് ഓക്കെ ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കണം എന്റെ അങ്ങനെയൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു ബോധപൂർവമായിട്ട് എടുത്ത തീരുമാനം അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് എന്താണ് ആ മാജിക് നടന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. അത് ആ മാജിക് ഞാൻ എപ്പോഴും പറയില്ലേ, സിനിമയിൽ ഒരു മിറക്കിൾ സംഭവിക്കും എപ്പോഴും. നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റിലീസായി പ്രേക്ഷകർ ഇത് കാണുന്നതിന് മുന്നേ സിനിമയ്ക്കകത്ത് ഒരു അത്ഭുതം നടക്കും. ആ അത്ഭുതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും. അപ്പൊ അത് ശരിക്കും നമുക്ക് ചെയ്യാനുള്ളത് മൊത്തം നമ്മൾ സിൻസിയർ ആയിട്ട് നമ്മുടെ 100% കൊടുത്ത് ചെയ്യുക, ബാക്കി പ്രേക്ഷകരുടെ കയ്യിലാണ്. അപ്പൊ ആ ഒരു മാജിക് എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റാത്തിടത്തോളം കാലം ഇതിന്റെ അകത്ത് ഒരു കോൺഫിഡൻസോ ഒരു വിജയമോ ഞാൻ ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സിനിമയുടെ മാജിക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും റീസെന്റ് എക്സാമ്പിൾ ആണ് രേഖാചിത്രം. ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ POV മലയാളികളുടെ സിനിമ നൊസ്റ്റാൾജിയ അവിടെ ഉണർത്തുന്നുണ്ട്, അതിൽ ഹൈ കിട്ടുന്നുണ്ട് ആളുകൾക്ക്. രേഖാചിത്രത്തിന്റെ പോസ്റ്റ് റിലീസിൽ ഏറ്റവും രസമായി തോന്നിയ കാര്യം ഈ ബ്രില്യൻസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഈ രേഖയുടെ ഈ കന്യാസ്ത്രീ വസ്ത്രം കീറുന്നത് ഏതൊരു കമ്പിയുണ്ട്, ലോയിസ് മേരിക്കുട്ടിക്ക് വേണ്ടി കാതറി ഇത്തരം ബ്രില്യൻസുകൾ കാര്യങ്ങൾ ഇത് നിങ്ങൾ ഓൾറെഡി സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാൻ പറയുന്നതാണോ അതോ ലോൺ ലൊക്കേഷൻ തന്നെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു? അത് കംപ്ലീറ്റ്ലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംവിധായകനും ആർട്ട് ഡയറക്ടറുമായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അത് ഇപ്പം സ്ക്രിപ്റ്റിൽ അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടില്ല. പിന്നെ ജോഫിൻ പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഇൻഫാക്ട് ഇത് പ്രീസ്റ്റിന് മുന്നേ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിയൊരു സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അത്രയും സമയം അത് വർക്ക് ചെയ്തപ്പോൾ അതിനകത്ത് എത്രത്തോളം ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പം ഈ സിനിമയിൽ എത്രത്തോളം ജോഫിൻ ഇൻവോൾവ് ആണെന്നുള്ളതിൽ തന്നെ ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന ആദ്യത്തെ വെർഷനിൽ ഈ മമ്മൂക്കയുടെ പ്രസൻസ് അങ്ങനെ അല്ലായിരുന്നു. ഇത് ഇത്രയും സമയമെടുത്ത് ഈ സമയത്തിന്റെ ഇടയിൽ വന്ന പുതിയൊരു ടെക്നോളജിയിലേക്ക് ഇത് അഡാപ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പം ആദ്യം പ്ലാൻ ചെയ്ത മമ്മൂക്കയുടെ പ്രസൻസ് ക്ലൈമാക്സിൽ ആയിരുന്നു, ക്ലൈമാക്സിൽ ഒരു ലൊക്കേഷനിലൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പൊ ജോഫിൻ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അത് നമ്മൾ വർക്ക് ചെയ്ത് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതും ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചതും ഇതിന്റെ ഒരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കി. അപ്പൊ അത് വർക്കാണ്. അപ്പം ശരിക്കും അത് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നപ്പോൾ മൊത്തം സിനിമ വീണ്ടും മാറി. അപ്പൊ അത് ഈ ഞാൻ പറഞ്ഞില്ലേ, ജോഫിൻ ഇതിന്റെ അകത്ത് തന്നെ ഇരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു ഡീറ്റെയിലുകൾ ഇപ്പൊ ഞാൻ തന്നെ പല സമയത്തും ഇതില് ആളുകൾ കണ്ടുപിടിക്കുന്ന, ഇപ്പൊ എന്റെ ഫോണിൽ നിന്ന് ഈ മറ്റേ റമ്മിയുടെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ബാക്കിയുള്ള ആപ്പുകളെ പറ്റിയിട്ട് ഞാൻ ഒരു ആള് എടുത്തു പറയുന്നത് ഞാൻ കണ്ടു ഒരു വീഡിയോ. അപ്പൊ അത് ഞാൻ ഓർത്തത്, ഞാൻ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ആപ്പ് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല, കേരള പോലീസിന്റെ ഒരു ആപ്പ്. പക്ഷെ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് ആളുകൾ ശ്രദ്ധിച്ചു. ഞാൻ ജോഫിനോട് ചോദിക്കുമ്പോൾ അത് പേർപ്പസ്ഫുള്ളി ചെയ്തു വെച്ചിരുന്നതാന്ന് പറയുന്നു. ഞാൻ ആ സസ്പെൻഷനിൽ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കാണുന്ന സിനിമയുടെ അതിനെ പറ്റിയിട്ട് ആ ക്യാരക്ടറിനെയും ആ ക്യാരക്ടറിന്റെ ആ സമയത്തെ അവസ്ഥയും പറ്റിയിട്ട് വരെ ആളുകള് ഡീകോഡ് ചെയ്തിട്ട് അതെ. അപ്പൊ അങ്ങനെ സിനിമയോട് ആളുകൾക്കുള്ള ഇഷ്ടവും സിനിമയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ളത് സിനിമ നമുക്ക് അത്രയും വലുതാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളി പ്രേക്ഷകർ സിനിമ കാണുന്നത്, ഇപ്പം ഈ കഴിഞ്ഞ സിനിമകളുടെ ഒക്കെ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രേക്ഷകരുടെ ഒരു വലിയ പ്രത്യേകതയാണ് അവര് സ്വീകരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സിനിമകൾ മാത്രമല്ല, എല്ലാ രീതിയിലുള്ള. ഇപ്പൊ എന്റെ തന്നെ എടുത്ത് പറയുവാണെങ്കിൽ ലെവൽ ക്രോസ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കതിൽ ഭയങ്കര അഭിമാനമാണ് തോന്നുന്നത്.
കാര്യം ഞാൻ പോലും അതിനെ ഒരു ഈ പറയുന്ന ഒരു സോക്കോൾഡ് അവാർഡ് സിനിമ, ഒരു സ്ലോ പേസ് സിനിമ, അതൊരു ഫെസ്റ്റിവൽ സിനിമ എന്ന് ഉള്ള രീതിയിലാണ് ഒരു പോയിന്റ് വരെ ഞാൻ കണ്ടിരുന്നത്. പക്ഷെ അതിന് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ റെസ്പോൺസ് തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടി. OTT-ൽ ഈ പറയുന്ന പോലത്തെ ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും സിനിമയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എഗെയിൻ ആ മാജിക് ആണത്. ഇതെങ്ങനെ ശരിക്കും ഇപ്പോ പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്താ പറയുക, കൃഷ്ണനായകത്തിൽ അജയനാവട്ടെ, ലെവൽ ക്രോസ് ഡയറക്ടർ ആവട്ടെ, കൂമൻ ആവട്ടെ, രേഖാ ചിത്ര ആവട്ടെ, ഇപ്പോൾ ഇവിടെ മിറാഷ് ആവട്ടെ. മിറാഷ് നമ്മൾ കണ്ടിട്ടില്ല. ഈ പല സിനിമകൾ, പല കഥാപാത്രങ്ങൾ, ഈ പ്രത്യേകിച്ച് കൃഷ്ണനായകത്തിൽ ആകുമ്പോൾ അത്രയധികം ഇന്റർണൽ കോൺഫ്ലിക്ട്സ് ഇയാൾ കൊണ്ടു നടക്കുന്നുണ്ട്. ലെവൽ ക്രോസിലുണ്ട് ഇയാളുടെ ഒളിച്ചു വെക്കലുകൾ, അതിന്റെ വെയിറ്റ് ഇയാളുടെ ഉണ്ട്. കൂമനിൽ പിടിക്കപ്പെടുന്ന ടെൻഷൻ ഇയാളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട്. ഈ ഒരു ക്യാരക്ടറിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് അത് പലർക്കും പല രീതിയിലാണെന്ന് അറിയാം. ചിലർക്ക് ഭയങ്കര ഈസിലി സ്വിച്ച് ചെയ്ത് സ്വാപ്പ് ചെയ്ത് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഇത് കൊണ്ടു നടന്ന് ഇതിൽ നിന്നൊരു ഡിറ്റാച്ച്മെന്റിനുള്ള സമയം കുറെ വേണ്ടി വരും തോന്നിയിട്ടുണ്ട്. ആസിക്ക് എങ്ങനെയാ? രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതില് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനേക്കാളൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടിയ ക്യാരക്ടർ അഡിയോസ് അമിഗോയിലെ പ്രിൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഞാൻ ആ സിനിമ കമ്മിറ്റ് ചെയ്ത സമയം മുതൽ അതായത് ഒരു സിനിമയ്ക്ക് ഞാൻ ഇത്രയും പേടിച്ചിട്ടില്ല ഈ ക്യാരക്ടർ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് അതിന്. കാര്യം അത് കുറച്ച് ഇങ്ങോട്ട് മാറിയ സാഗർ കോട്ടപ്പുറം ആവും, കുറച്ച് ഇപ്പുറത്തേക്ക് പോയ അയ്യപ്പ ബൈജു ആവും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു സ്പേസ് കണ്ടുപിടിക്കണം എന്നുള്ളതായിരുന്നു ഇതിന്റെ ആദ്യം മുതലുള്ള ഒരു ചാലഞ്ച്. അപ്പൊ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത്. പല സമയത്തും പല ദിവസങ്ങളിലേക്കും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ക്യാരക്ടർ കിട്ടാതെ വന്നിട്ടുണ്ട്. ഇതിന്റെ മാനറിസംസ് എല്ലാം ഇത് മിസ്സായി പോയിട്ടുണ്ട്. കാര്യം നമ്മളൊരു ഭയങ്കര കൺട്രോൾഡ് എൻവയോൺമെന്റിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിനുള്ള പ്രിപ്പറേഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ഇത് ഈ സിനിമ മുഴുവൻ ഔട്ട്ഡോർ ആണ്, അതും പബ്ലിക്കിന്റെ ഇടയിൽ. അതൊരു ഭയങ്കര ചാലഞ്ച് ആയിരുന്നു. അതിനാണ് ഞാൻ ഏറ്റവും സ്ട്രെയിൻ ചെയ്തൊരു ക്യാരക്ടർ ഈ സീസണിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഹോണ്ട് ചെയ്ത ക്യാരക്ടർ അശ്കിന്റെ കണ്ടമാണ്. അജയൻ ചെയ്യുന്ന സമയത്ത് അജയന്റെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അജയന്റെ മകന്റെ മരണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതില് എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അത് അഭിനയിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് നമ്മൾ മനസ്സിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്തൊരു കാര്യം, എന്റെ കുട്ടികളെയാണ് ഞാൻ ആ സീനിലെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത്. അത് ഭയങ്കര സ്ട്രെസ് ഉള്ളൊരു കാര്യമായിരുന്നു. എനിക്ക് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് ആ വീടും ആ പോർഷൻസ് എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഈവൻ കുട്ടേട്ടനാണെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഫിസിക്കലായിട്ട് നമുക്കൊരു ഭയങ്കര ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് എക്സോസ്റ്റഡ് ആയി പോവായിരുന്നു. ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് ഒരിക്കലും ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഒന്നുമല്ല. ഈ പറയുന്ന ഇപ്പം പ്രിൻസിനെ ആണെങ്കിലും അജയനാണെങ്കിലും ആ സ്ക്രിപ്റ്റില് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നതെന്നും ഇവരുടെ മാനറിസംസ് ആണെങ്കിലും ഇവരുടെ സംസാരമാണെങ്കിലും ഇവരുടെ ചിന്തകളാണെങ്കിലും എന്തായിരിക്കും ഇങ്ങനെ പെരുമാറുക, അത് സ്ക്രിപ്റ്റിൽ നന്നായിട്ടുണ്ട്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള സമയവും ഒരു ടീം വർക്കും എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ആ ക്യാരക്ടേഴ്സ് ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം. ഈ കൃഷ്ണനൊരു നല്ല മൊമെന്റ് ചോദിക്കാം. ഈ പറമ്പിലാരോ തീയിട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുന്നു, ടോർച്ച് എടുത്ത് വരാന്ന് പറയുന്നു, മഴ പെയ്യുമ്പോൾ അജയന്റെ ഒരു കുഞ്ഞു ചിരിയുണ്ടാണ്. അത് ഫസ്റ്റ് വാച്ചിൽ പലപ്പോഴും നോട്ട് ചെയ്യുന്നില്ല. കാരണം ബാഹുല് പറഞ്ഞിരുന്നു സെക്കൻഡ് വാച്ചിൽ ആളുകളെ ക്യൂരിയസ് ആക്കുന്നിടത്താണ് ആസിഫ് അലി ഇതിൽ വിജയിക്കുന്നത് പറഞ്ഞിരുന്നു. ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയി കണ്ടത് സെക്കൻഡ് വാച്ചാണ്. സെക്കൻഡ് വാച്ച് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളിനി ഈ സൈഡിൽ നിൽക്കാതെ ഇപ്പറൊന്ന് പടം കാണണം. ഈ അതിനെടുക്കുന്ന എഫേർട്ട് അത് എനിക്ക് ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ആ സീക്വൻസ് കൂടെ. അത് എഗെയിൻ ബാഹുൽ അതിൻ്റെ അകത്ത് ഇപ്പൊ എന്റെ ക്യാരക്ടറിന് പ്ലേ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാര്യം ഒന്ന്, ബാഹുൽ എഴുതിയ സ്ക്രിപ്റ്റാണ്, ബാഹുലാണ് ഇത് ആദ്യം കാണുന്നയാള് ക്യാമറയിൽ കൂടെ. അപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇപ്പൊ അച്ഛനെ പറ്റിയിട്ട് ഈ അപർണയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്റെ ആ ഫുൾ ഡയലോഗ്സ് ഒറ്റ ഷോട്ടിലാണ് ഞാൻ ഇരുന്നിട്ട് അച്ഛന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി അത് ഫിനിഷ് ചെയ്യുന്നത് ഏകദേശം ഒരു മിനിറ്റിന്, ഐ മീൻ ഓൾമോസ്റ്റ് 2 മിനിറ്റ് ഉള്ളൊരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫുൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാഹുൽ എന്നെ വിളിച്ചിട്ട് ജാസിക്ക് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് നടക്കാം എന്ന് പറഞ്ഞിട്ട് നടന്ന് ബാഹുലിനോട് ഇതല്ല ഇതിന്റെ പേസ്, ഇതിങ്ങനെ അല്ല പറയേണ്ടത്, എന്റെ മനസ്സിൽ ഞാൻ എഴുതുമ്പോൾ കണ്ടിരുന്നത് ഇങ്ങനെ. അപ്പൊ ബാഹുലിന്റെ പ്രസന്റേഷനും അങ്ങനെയാണ്. കാര്യം ഞാനും ഒഫൻഡഡ് ആവരുതെന്ന് അവരുണ്ട്. പക്ഷെ അതിന്റെ ഒരു സുഖം ഭയങ്കരമായിരുന്നു. എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അതിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്ത് വരുന്ന സമയത്ത്. പിന്നെ ഈ പല സാധനങ്ങളും ഇപ്പൊ ഈ നമ്മള് ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മോർച്ചറിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഷൂട്ട് നിർത്തി. ഞങ്ങൾ തമ്മിൽ തർക്കമായിരുന്നു. കാര്യം
ഇത് എനിക്കറിയാം, പക്ഷെ പ്രേക്ഷകർക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്തിനു കരയണം എന്നുള്ളത് ശരിക്കും ഞങ്ങൾക്ക് അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു. കാര്യം നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ധൈര്യം തരുന്ന എക്സാക്ട്ലി ആ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി തരാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻ സിനിമയ്ക്ക് ഉണ്ടാവുന്നുള്ളതാണ്. സംവിധായകനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. അപ്പൊ ഞാനിത് ചോദിക്കുമ്പോൾ നമ്മുടെ ഓരോ ആർഗ്യുമെന്റ്സിന്റെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു കോൺഫിഡൻസ് ആണ്. ഇത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അതിൽ ഞാൻ കൺവിൻസ്ഡ് ആക്കി. അപ്പൊ അത് വേണോ ഇത് വേണോ എന്ന് സംവിധായകനും കൂടെ ചോദിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മളും പാളിപ്പോകുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എന്റെ ടീമിനും എന്റെ ടീമിന്റെ ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും പല സീക്വൻസസ് എടുക്കുന്ന സമയത്തും ഇപ്പൊ ഈ നമ്മള് വന്ന് പറമ്പ് കുഴിച്ചപ്പോ ഒരു സ്കെൽട്ടൺ കിട്ടി. അപ്പൊ അവിടെ അജയനെ അറിയണോ ഇതിന്റെ അകത്ത് ഇത് അപ്പുള്ള ഇത് എവിടെയാണ് കൊണ്ടുപോയത്. അപ്പൊ അത് ശരിക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് അതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയുള്ള കുറെ കുഞ്ഞു ഡീറ്റെയിലിംഗില് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കൃത്യമായി വർക്ക് ചെയ്തതാണ്. എപ്പോഴും ആസിയുടെ പെർഫോമൻസിനെ പറയുമ്പോഴേ സീക്വൻസുകളിലൊക്കെ പറയുമ്പോഴും പലപ്പോഴും ആസിയുടെ ചിരി, കരച്ചില്, ഇത് രണ്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിന് ഏറ്റവും കൂടുതൽ സൺഡേ ഹോളിഡേയിലെ ചിരി എപ്പോഴും പറയാറുണ്ട്. എപ്പോഴും ഒരു എന്താ പറയാ, ഒരു തോറ്റുപോയവന്റെ ചിരി എന്നൊക്കെ പറയുന്ന തരത്തില്, അല്ലെങ്കിൽ എവിടെ വീണിട്ട് അവിടെ അയാൾ ഓക്കെയാണ്, അത്തരത്തിലുള്ള ചിരി. ഒബ്വിയസ്ലി അണ്ടകാരിക്കും വെള്ളത്തിലെ അടിയെ പറ്റി പറയാറുണ്ട്. അല്ലാതെയും ഈ പറയുന്ന അജയന്റെ കരച്ചിൽ ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു. ചിരിയും കരച്ചിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇമോഷനായി തോന്നിയിട്ടുണ്ട്. റിയൽ ലൈഫിൽ നമ്മൾ ഭയങ്കര ഓർഗാനിക്കായി ചെയ്യുന്നതും ആക്ഷൻ കട്ടിനിടയിൽ ഇതിനെ ബിലീവബിൾ ആക്കാന്നുള്ളതും, അതിൽ ആസ് എ പെർഫോമർ ഒരു കോൺഫിഡൻസ് വരുന്നത് എവിടെ ശരിക്കും ഇതാണ് വർക്കാവുന്നത് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല, അത് സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ, ഈ ട്രാഫിക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന ലൈൻ എക്സാക്ട്ലി ഈ ചോദ്യം കേട്ടിട്ട് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ചിരി രാജീവ് ചിരിച്ചു എന്നാണ്. അപ്പൊ ഞാനിത് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ രാജേഷ് പിള്ളയുടെ അടുത്ത് പോയി ചോദിച്ചു, രാജേട്ടാ ഞാൻ എന്താന്നെങ്കിൽ ബോബി സഞ്ജയ് അടുത്ത് അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സഞ്ജുട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ സഞ്ജുട്ടാ പറഞ്ഞാൽ അതായത് നീ ഇത്രയും അനുഭവിച്ചിട്ട് ഇതിന്റെ ഒരു പീക്ക് പോയിന്റ് മാറിയ ജസ്റ്റ് അടുത്ത മൊമെന്റിലാണ് നിനക്ക് ഈ ചോദ്യം വരുന്നത്. അപ്പൊ എന്തായിരിക്കും നിന്റെ റിയാക്ഷൻ? അപ്പൊ ആ ഒരു ഫീഡ് കിട്ടി കഴിയുമ്പോ എനിക്ക് തോന്നുന്നു നമ്മള് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചെയ്യുന്നത് എല്ലാം ഈ പറയുന്ന ചിരികളെല്ലാം ഒരുപക്ഷെ ഒരുപോലെ ഉള്ളതാണ്. പക്ഷെ ആ സിറ്റുവേഷനിലേക്ക് അത് വരുമ്പോ അവിടെ ആപ്റ്റായി മാറുന്നത് കൊണ്ടായിരിക്കും. അതും അഗൈൻ ഈ ഒരു സ്ക്രിപ്റ്റിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഞാൻ ഇതിന് ഓരോ ചിരിക്കും ഓരോ ഡിസൈൻ കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇതിന്റെ മറ്റേത് ഞാൻ ഇപ്പൊ ശരിക്കും പ്രശ്നത്തിൽ തന്നെ ഇരിക്കുവാണ്. ഈ അടി കിട്ടുമ്പോൾ ഉള്ള റിയാക്ഷൻ ഇനി ഞാനിപ്പോ ഈ ചെകിളം കിട്ടുന്നത് വേണ്ട, ചെകിളം കിട്ടുന്നതിന് എന്റെ പുതിയ റിയാക്ഷൻ ഒന്നും ഇല്ല. ഈ ഇത് പറയുമ്പോഴേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ ആളുകൾക്ക് ഇത് കണക്ട് ആവുന്നുണ്ടല്ലോ. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബോയ് നെക്സ്റ്റ് ഡോർ ആവാം, അല്ലെങ്കിൽ എൻ്റെ അനിയനാവാം, മകനാവാം, അച്ഛനാവാം. ഈ ഒരു കണക്ഷൻ ഫാക്ടർ കൊണ്ട് ഉണ്ട്. ഇതിലിപ്പോൾ ആസി പറയുന്ന പോലെ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഇത് എനിക്ക് പേഴ്സണൽ എടുത്തിട്ടാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. പക്ഷെ അവിടെ അപ്പോഴും ഇത്രയും ഓഡിയൻസ് വരുന്നുണ്ട്, പല മൈൻഡ് സെറ്റുള്ള പല പ്രായക്കാർക്ക്. ഇവർക്കെല്ലാം ഇത് വർക്കാവണം. ഇത് വർക്കായാലേ ആളുകൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, പിന്നെയും തിരിച്ച് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഫൈനൽ കോൾ ഉണ്ടാവും ശരിക്കും എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പ്രിവ്യൂ കാണുന്നതോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഷൂട്ട് ഇരുന്ന് കാണുന്നതോ ഇതാണ് ഞാൻ കൊടുത്ത റിയാക്ഷൻ, ഇത് കറക്റ്റ് റിയാക്ഷൻ ആണെന്ന് ഡയറക്ടർ സ്കോർ ഉണ്ട് ഒബ്വിയസ്ലി. അത് ചില സമയത്ത് ഇപ്പൊ ഈ എഡിറ്റിൽ മാറ്റി ഇടുമ്പോൾ എഡിറ്ററിന് തോന്നുന്ന ചില റിയാക്ഷൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് കുറെ കൂടെ ആപ്റ്റ് ആവും തോന്നുന്നു. പക്ഷെ അതിൽ എനിക്ക് പല സമയത്തും കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, പക്ഷെ അതൊരു സെക്കൻഡ് പേഴ്സൺ അതാണ് കുറച്ചും കൂടെ ആപ്റ്റ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിൻ്റെ അത് അഭിപ്രായം പറയാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും കണക്ട് ആവും എന്നോർത്ത് ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്ന ഈ റിവ്യൂവിങ്ങിന്റെ വരെ പ്രശ്നം അതാണ്. നമുക്ക് ഒരിക്കലും ഒരു സിനിമ എല്ലാവർക്കും ഹാപ്പി ആക്കാം, ജനറലൈസ് ചെയ്ത് പറയുന്നത്. അപ്പൊ അതിന്റെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഓരോ സിറ്റുവേഷന് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം ഉയരയില് ഗോവിന്ദിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഗോവിന്ദിനെ ഒപ്പോസ് ചെയ്യുന്നവരും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്കത് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ പലർക്കും പല രീതിയിലാണ്. അപ്പം
ഞാൻ ആ ക്യാരക്ടറിനെ മാത്രം മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ ഇത് എല്ലാവർക്കും കണക്ട് ആവണം എന്നുള്ളൊരു വാശി ഒരിക്കലും ഒരു ക്യാരക്ടറിന് ഞാൻ നിർബന്ധം പിടിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ആസിഫ് മൊത്തം കരിയറിൽ അച്ചീവ് ചെയ്തെടുത്തൊരു ട്രേറ്റ് ആയിട്ട് എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുള്ള കാര്യം ഷെയർ ചെയ്യാം. അതായത് പണ്ട് ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഇത് നമ്മുടെ കഥ മുതലുള്ള സിനിമകളിലെല്ലാം വരുമ്പോൾ ഈ കരയുന്ന സമയങ്ങളിൽ ആസിഫ് ഭയങ്കര ലൗഡായി പോകുന്നുണ്ട്. ഭയങ്കര ലൗഡാവുന്ന ഈ പറയുന്ന മുഖം തന്നെ ആസിയുടെ കയ്യിൽ നിന്നൊക്കെ പോകുന്ന ഞാൻ ഭയങ്കര നമ്മുടെ ഒരു കാഷ്വൽ സ്പേസ് ഞാൻ പറയുന്നതാണ്. പക്ഷെ അതിനെ ആസി ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്ത് കൺട്രോൾഡ് ആക്കുന്ന ഒരു പോയിന്റ്. അതിലെനിക്ക് തോന്നിയിട്ടുള്ളത് ആസി ഇത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒന്ന് സ്വയം മനസ്സിലാക്കുന്നത്, അവിടെ നിന്ന് ഇതിനെങ്ങനെ വൃത്തിക്ക് ടാച്ചപ്പ് ചെയ്ത് ബെസ്റ്റ് ആക്കി എടുക്കാന്നുള്ളത്. അത് എനിക്ക് ഞാൻ കരയുന്ന സമയത്ത് ഇപ്പൊ വയലിൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിബി സാറാണ് എന്റെ ഏറ്റവും കൂടുതൽ കരച്ചിൽ ഷോട്ടുകൾക്ക് റീടേക്ക് പോയിരിക്കുന്നത്. സാർ പറയണ കരയുമ്പോ ഇങ്ങനെ മുഖം വലിഞ്ഞു മുറുകി ഇത്രയും വേണ്ട, ആ പെയിൻ മുഖത്ത് വരുന്നതിനേക്കാൾ ഉള്ളിൽ വരുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ അതിനൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുക. അപ്പൊ ഇമോഷൻസ് എപ്പോഴും ഫൈൻ ട്യൂൺ ചെയ്ത് തന്നതിൻ്റെ അകത്ത് സിബി സാറാണ് എന്റെ ഗുരു എന്ന് പറയുന്നത്. വയലിൻ്റെ കൊത്ത് വരുമ്പോഴത്തേക്കും അതെ, അത് ഭയങ്കര ക്ലാസ് റൂമിനകത്തുള്ള സീക്വൻസിലൊക്കെ നമ്മൾ തകരുന്നുണ്ടല്ലോ. ശരിക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാര്യം ഞാൻ ഇത്രയും വലിയ ആദ്യത്തെ 3 സിനിമകൾ ഒരു കുഞ്ഞു ഗ്യാപ്പിന്റെ ഇടയിലാണ് സിബി സാറിന്റെ കൂടെ ചെയ്തത്. 4ാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഉന്നം കഴിഞ്ഞിട്ട് അത്ര വലിയ ഗ്യാപ്പ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നത്. അപ്പൊ എനിക്ക് തന്നെ ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സിബി സാറിന്റെ വായി നിന്ന് കേൾക്കണം, കൊള്ളാം, നീ എവിടെയൊക്കെയോ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതെന്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പല സമയത്തും ഈ കൊത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിബി സാറ് എനിക്ക് ആദ്യം തന്നിരുന്ന അത്രയും അറ്റൻഷൻ തരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് കൊത്തിൽ തോന്നി. കാര്യം ഞാൻ അതുവരെയുള്ള 3 സിനിമകളും ചെയ്യുമ്പോൾ സിബി സാർ എന്റെ അടുത്ത് വന്നിട്ട് ഓരോ ഷോട്ടിനും അതിന്റെ മോഡുലേഷനും അതിന്റെ റിയാക്ഷനും ലുക്സും എല്ലാം ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ട് പറയായിരുന്നു. കൊത്തിൽ പക്ഷെ എനിക്ക് അദ്ദേഹം അത്ര അറ്റൻഷൻ തരുന്നില്ല എന്ന് തോന്നി. അപ്പൊ എനിക്കത് ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, നീ ചെയ്യുന്നത് ഓക്കെയാണ്? അപ്പൊ ഞാൻ അല്ല സാർ എന്തെങ്കിലും അല്ല, നീ ചെയ്യുന്നത് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അത് പിന്നെ എനിക്ക് പാക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് സാർ ഇരിക്കുമ്പോ പറഞ്ഞു, ഞാൻ ഇത്രയും വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോ നിനക്കൊരു സീസൺഡ് ആക്ടറിന്റെ സ്വഭാവത്തിലേക്ക് നീ കടന്നു എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. കാരണം അദ്ദേഹം ചെയ്ത സിനിമകളും അദ്ദേഹം വർക്ക് ചെയ്ത ആളുകളും എല്ലാവരെയും അത്തരത്തിലുള്ള ആളുകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഇതുപോലെ തന്നെയാണ് റാൽഫ്. ഞാൻ ഈ പറയുന്ന ഇത്രയും സിനിമകൾ ഇത്രയും വർഷത്തിൽ ചെയ്തു, ഇത്രയും വലിയ ടെക്നീഷ്യൻസിന്റെ കൂടെയും ആക്ടേഴ്സിന്റെയും കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പൊ ഞാൻ ചെയ്ത പോലെ സിനിമകൾ ഇത്രയും നമ്പർ ഓഫ് സിനിമകൾ എന്റെ ജനറേഷനിൽ ആരും ചെയ്തിട്ടില്ല. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ടിംഗ് കോഴ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൻ്റെതെല്ലാമായ ബെനിഫിറ്റ്സ് എനിക്ക് ഞാൻ അറിയാതെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യ കാലങ്ങളിൽ എന്റെ ഡബിങ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ നോർമലി സംസാരിക്കുമ്പോൾ എനിക്ക് ഇത്രയും സ്പീഡുണ്ട്. ഈ സ്പീഡ് തന്നെ എന്റെ ക്യാരക്ടേഴ്സിന്റെ ഡയലോഗ് ഡെലിവറീസിലും വന്നിരുന്നു. ഞാൻ ഡബിങ് ബൂത്തിൽ പോയി കിടന്ന് വെള്ളം കുടിക്കും. ഞാൻ ഈ ഒരു ഷോട്ടിന് അവിടെ വാ അനങ്ങുമ്പോ ഇവിടെ തീരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്ത് തന്നത് മമ്മൂക്കയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ തടകി വന്ന് കിട്ടിയ കുറെ ഫൈൻ ട്യൂണിങ് പല സിനിമകളിലേക്ക് വരുമ്പോ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇതില് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് കഥ പറയാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞു, റിയാക്ഷൻസ് റിപ്പറ്റേറ്റീവ് ആവാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അത് ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു. കാര്യം പല സമയത്തും ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് ചില ആളുകൾ പറയാറുമുണ്ട്, അതിലിട്ടത് എന്ന് പറയണ്ട. അപ്പൊ ഇത് എങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും ഡിഫറെന്റ് ആക്കാം എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ശ്രമിക്കുന്നത്. ഇപ്പം നമ്മള് പല ആളുകളെ പറ്റി പറയല്ലോ, ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഉണ്ടെന്ന് പറയില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി ഓരോ ക്യാരക്ടേഴ്സിനും കൊണ്ടുവരാനാണ് ഇപ്പൊ ഈ കഴിഞ്ഞ സിനിമകളിലൂടെ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ഇച്ചിരി ലൈറ്റ് ആക്കാനായിട്ട് ഈ എന്നെ ദൃശ്യം 3 അനൗൺസ് ചെയ്യുന്ന പോയിന്റിൽ ഏറ്റവും കൂടുതൽ ട്വിറ്ററിലൊക്കെ ചർച്ചകളിൽ വന്നത് കൂമനാണോ ക്രോസ് ഓവർ വരുന്നത് സാമലക്സ് ആണോ എന്നുള്ളതാണ്. ഇതില് ആസിഡ് വയ്ക്കാനുള്ളത്, ആസ് എൻ ആക്ടർ ഈ ക്യാരക്ടർ പോർട്രേ ചെയ്ത ആക്ടർ എന്നുള്ള രീതിയിൽ 2
ഈ സിനിഫയർ എന്നുള്ള രീതിയിൽ ഇതെല്ലാം പടങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണെന്നുള്ള രീതിയിലും എന്നാ അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഈ പോസ്റ്റുകൾ കാര്യങ്ങളിൽ? എനിക്ക് ഞാൻ ചോദിച്ചു, വളരെ കാഷ്വൽ ആയിട്ട് തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്, ഗിരി ഈ കേസ് അന്വേഷിക്കാൻ വന്നത്. കാര്യം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ഗിരി. കാര്യം ഒരു പോലീസുകാരന് ഉണ്ടാകാൻ പറ്റുന്ന എല്ലാ കോൺഫ്ലിക്റ്റും ഉള്ള ഒരാളാണ്. കാര്യം ഇപ്പം എൻ്റെ അടുത്ത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ജിത്തു സാർ എന്നെ വിളിച്ചിട്ട് ഈ ക്യാരക്ടർ എനിക്ക് തന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്ന മറുപടി ഇതിന് നീ ആപ്റ്റ് ആണെന്നാണ്. കാര്യം ആ ഗിരിയുടെ ഏറ്റവും വലിയൊരു കോംപ്ലക്സ് എന്താണ്, ഇയാള് യൂണിഫോം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇയാള് പോലീസുകാരനാണെന്ന് ആർക്കും മനസ്സിലാവൂല, ആരും അയാൾക്ക് റെസ്പെക്ട് കൊടുക്കൂല. അത് തന്നെയായിരുന്നു എന്റെ ഇന്നർ കോൺഫ്ലിക്റ്റ് ഞാൻ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാനുണ്ടായിരുന്ന സമയത്ത്. അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഒരു ക്യാരക്ടറും ഗിരി എന്ന് പറയുന്ന ഒരാളുടെ ഐഡന്റിറ്റിയും ഒക്കെ ഞാൻ കുറെ നന്നായി മനസ്സിലാക്കിയിരുന്നു. എനിക്ക് ഉറപ്പായിട്ടും ജോർജ് കുട്ടിയുടെ കേസ് അന്വേഷിച്ചാൽ കൊള്ളാന്നുണ്ട്, പക്ഷെ അറിയില്ല. ഈ സിനിമകള് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഈ പറയുന്ന ഇത്രയും കാലത്തെ ജേണി ഒക്കെ പറയുമ്പോഴും ആസിയുടെ സിനിഫയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമ ഗീക്ക് എന്ന് പറയുന്ന പോലെ സിനിമ കാണുന്ന ഹാർഡ് കോർ സിനിമ കാണുന്ന ഒരു മനുഷ്യൻ, ഇയാള് ലൈഫിൽ കണ്ട സിനിമകളിൽ എവിടെയും ശരിക്കും ഇതൊരു സിനിമ പാരഡൈസ് മൊമെന്റ് അല്ലെങ്കിൽ ഇതിലൊരു വണ്ടർ ഉണ്ട്, ഇത് ഞാൻ പിടിക്കണം, അതെവിടെ ക്രാക്ക് ചെയ്യുന്നത് ശരിക്കും അങ്ങനെ തോന്നിയ ഒരു പടം, സീൻ, ഷോട്ട്, മേക്കർ, ആക്ടർ, മ്യൂസിക് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ ഓർത്ത് പറയാൻ? എനിക്ക് എന്റെ സിനിമകൾ കണ്ടിട്ട് ആളുകൾക്ക് കണക്ട് ആവുന്നത് തന്നെയാണ് ആ മൊമെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ ജാനേമൻ എന്ന് പറഞ്ഞ സിനിമ ഞാനൊരു വോയിസ് ഓവർ ചെയ്ത് കൊടുത്ത സമയത്ത് ഇതുപോലെ പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ തിയേറ്ററിൽ എവിടേക്കും ആസിഫ് അലി എന്ന് ആളുകൾ പറയുന്നു. ഇപ്പൊ ഈ റൊഷാക്കിന് മുന്നേ ഉണ്ടായ ഒരു മൊമെന്റ് ആയിരുന്നു അത്. ഈ ശബ്ദം കൊണ്ട് ആളുകൾ തിരിച്ചറിയുന്നു, ശേഷം റൊഷാക്കിൽ കണ്ണുകൊണ്ട് ആളുകൾ തിരിച്ചറിയുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ആളുകൾക്ക് അത്രയും പരിചിതനായി ഞാൻ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു മാജിക്കൽ മൊമെന്റ്സിനെ പറ്റിയിട്ട് ഒന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് ഞാനല്ലാതെ വേറൊരാളായിട്ട് ജനിക്കുന്നതോ ജീവിക്കുന്നതോ ആലോചിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ എന്റെ പരിപാടിയിൽ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതില് ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഇപ്പൊ എനിക്ക് ഉള്ളത് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി മാത്രമായിരിക്കണം ഞാൻ ഇനി ചിന്തിക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള മൊമെന്റ് ഒന്നും ലൈഫിൽ അങ്ങനെ ഞാൻ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഈ എന്താ പറയാ, പോകുന്ന ജേണി ഭയങ്കര അടിപൊളിയായി പോട്ടെ. നമ്മൾ എനിക്ക് പ്രേക്ഷകരെല്ലാവരും ഒരു ഭൂരിഭാഗം പേരും കാണാൻ ആഗ്രഹിക്കുന്ന തന്നെ ആസി ഈ പറഞ്ഞ പോലെ പല ക്യാരക്ടേഴ്സ്, പല സിനിമകള്, അതിലെല്ലാം മെമ്മറബിൾ സ്ക്രീൻ മൊമെന്റുകൾ തരുന്നതാണ്. അതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. യെസ്.